ചോദ്യം വായിക്കുക. 1 മുതൽ തുടർച്ചയായ കുറച്ച് ഒറ്റ സംഖ്യകളുടെ ഓഡ് നമ്പേഴ്സിൻ്റെ തുക 400 അവയിലെ വലിയ സംഖ്യ ഏത്? ഇവിടെ ചോദ്യത്തിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി. 1, 3, 5, 7 അങ്ങനെ കുറച്ച് സംഖ്യകളെടുത്ത് കൂട്ടിയപ്പോൾ 400 കിട്ടി. എങ്കിൽ അങ്ങനെ എടുത്ത സംഖ്യകളിൽ വലിയ സംഖ്യ ഏതായിരുന്നു? അല്ലെങ്കിൽ അവസാനം നമ്മൾ ചേർത്ത സംഖ്യ ഏതായിരുന്നു? നമുക്കിതിന് സാധാരണ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്നും പറഞ്ഞൊക്കെയുണ്ട്. 1 + 3 + 5 + എക്സെട്ര n. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² എന്നാണ്. ഇവിടെ പ്ലസ് വരാൻ പാടില്ലേ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² എന്നാണ്. നമുക്ക് അങ്ങനെയൊന്നും പോകണ്ട, അല്ലാണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കി ചെയ്യാം. നിങ്ങൾ ആദ്യം ആലോചിച്ചേ, ഈ 1, 3 ആദ്യത്തെ 2 ഒറ്റ സംഖ്യ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. അടുത്തത് 1 + 3 + 5 അപ്പോൾ എത്ര കിട്ടി? 3 സംഖ്യ എടുത്തപ്പോൾ 3ൻ്റെ സ്ക്വയറാണ് 9. അടുത്തത് 1 + 3 + 5 + 7 4 എടുത്തപ്പോൾ 16 അഥവാ 4ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 2 സംഖ്യ എടുത്തപ്പോൾ 2 സ്ക്വയറാണ്, 3 സംഖ്യ എടുത്തപ്പോൾ 3 സ്ക്വയറാണ്, 4 സംഖ്യ എടുത്തപ്പോൾ 4ൻ്റെ സ്ക്വയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര സംഖ്യ എടുത്തു എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ വന്നിരിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗമൂലം എടുത്താൽ മതി. ഉണ്ടോ? 16ൻ്റെ വർഗ്ഗമൂലം ആകുമ്പോൾ 4 ആൻസർ, 9ൻ്റെ വർഗ്ഗമൂലം ആകുമ്പോൾ 3 ആൻസർ, 4ൻ്റെ വർഗ്ഗമൂലമാണെങ്കിൽ 2 ആൻസർ. ഇതുപോലെ തുകയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 400. അപ്പോൾ 400ൻ്റെ വർഗ്ഗമൂലം എടുക്കുക. 400ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 20. അപ്പോൾ നമുക്ക് 20 സംഖ്യകൾ, എത്ര സംഖ്യകൾ എടുത്തു എന്നാണ് ചോദ്യമെങ്കിൽ 20 ഒറ്റ സംഖ്യകളാണ് നമ്മൾ എടുത്തത്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? 1 + 3 + 5 + എക്സെട്ര. എന്നിട്ട് ഇവിടെ ഒരു എണ്ണൽ സംഖ്യ ലാസ്റ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് സംഖ്യ ഒറ്റ സംഖ്യ വന്നിരിക്കുന്നു. അപ്പോഴാണ് 400 കിട്ടിയത്. എങ്കിൽ ഈ കെ എന്ന് പറഞ്ഞ സംഖ്യ ഏതെന്നാണ് ചോദിച്ചാൽ, എത്ര പദമുണ്ടെന്നല്ല ചോദിച്ചാൽ. അതിനും നമുക്കൊരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒന്നാമത്തെ നിങ്ങൾ നോക്കിക്കേ, 1 + 3 4 അല്ലേ? അതെങ്ങനെ വന്നതാണ്? വേറൊന്നുമില്ല, ഇവിടെ വന്നിരിക്കുന്ന 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഇരട്ടി എടുക്കണം. ആ 2ൻ്റെ ഇരട്ടി എടുത്തിട്ട് 1 കുറക്കണം. അങ്ങനെയാണ് ഈ 3 എന്ന് പറയുന്ന അവസാന സംഖ്യ വന്നിരിക്കുന്നത്. അടുത്തത് അങ്ങനെയാണ്. 9 എന്നാണ് ഇവിടുത്തെ ആൾ. 9 എന്നുള്ളത് 3ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ആ 3 അങ്ങ് എടുക്കുക, 3ൻ്റെ ഇരട്ടി എടുക്കുക 6, 1 കുറക്കുമ്പോൾ കിട്ടുന്ന 5 വന്നിരിക്കുന്നത്. അതുപോലെ അടുത്തത് 4, 4ൻ്റെ ഇരട്ടി എടുക്കുക, 1 കുറക്കുക, ആ വന്നിരിക്കുന്ന ആളാണ് 7 എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ 20 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 20ൻ്റെ ഇരട്ടി എടുക്കുക, 1 കുറക്കുക, അപ്പോൾ നമുക്ക് 39 കിട്ടും. അപ്പോൾ ഈ സംഖ്യ എത്രയാണ്? 39. ആ സംഖ്യ നമുക്ക് 39 എന്നാണ് കിട്ടുക. നമ്മുടെ ഇവിടെ ഓപ്ഷൻ ഫസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ 400. ചോദ്യത്തിൻ്റെ അർത്ഥം ഇതായിരുന്നു. 1 + 3 + 5 + എക്സെട്ര കെ എത്രയോ സംഖ്യകൾ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 400 കിട്ടിയെന്നാണ്. നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി 400ൻ്റെ വർഗ്ഗമൂലം എടുക്കുക. അപ്പോൾ 400ൻ്റെ വർഗ്ഗമൂലം എടുക്കുക. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആ 20ാമത്തെ ഒറ്റ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുക? 20ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, 20 × 2 ഒരു 1 കുറക്കുക. അങ്ങനെയാണ് 20ാമത്തെ ഒറ്റ സംഖ്യ. അപ്പോൾ കെ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന സംഖ്യ 39.